ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ കുറച്ച് സാഹസികമായി റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത്. അതിൽ പറയുന്ന അല്ലിക്ക എന്ന് പറയുന്നൊരു തരം സാധനമാണ്. ഇത് ആദ്യകാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരൊക്കെ ഭക്ഷിച്ചിരുന്ന ഒരു വസ്തുവാണ്. ഇന്ന് എല്ലാവരും പാടപ്രദേശങ്ങളൊക്കെ മറന്നപ്പോൾ ഇത് മറ്റ് ജീവികൾക്ക് ഭക്ഷണമായി തീർന്നു. ഞാനൊരു ആദ്യകാല ഓർമ്മകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് അവിടെ നിന്ന് വളരെ സാഹസികമായി പറിച്ചെടുത്തു വന്ന അല്ലിക്ക നിങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുന്നത്. ഇതിനകത്ത് ഇതുപോലുള്ള തരികൾ കാണാം. ഇത് ആദ്യകാലങ്ങളൊക്കെ അങ്ങനെ തിന്നു എന്ന് പറഞ്ഞ പോലെ ഇതുപോലെ ഭക്ഷണമായി ഉപയോഗിക്കാം. നല്ല ടേസ്റ്റുള്ള ഒരു സാധനമാണ്. ഇതാണ് അല്ലിക്ക. ആമ്പൽ ചെടിയുടെ അടിവശത്തായിട്ട് വെള്ളത്തിലോട്ട് ആഴ്ന്നു കിടക്കുന്ന ഈ രീതിയിലാണ് ഈ സാധനം കണ്ടുവരാറുള്ളത്. വളരെ പ്രയാസപ്പെട്ടാണ് അവസാനമായി കുറച്ച് കിട്ടിയത്. അതും ആ തെരഞ്ഞ പ്രദേശത്ത് കിട്ടിയില്ല. മറ്റൊരു ഭാഗത്തു നിന്ന് മഴ വന്നതുകൊണ്ട് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ഇത് എടുക്കുന്ന റെക്കോർഡ്. പക്ഷേ ഇത് ഒരുപാട് തെരഞ്ഞത് നിങ്ങളെ കാണിക്കാൻ സാധിച്ചു. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യണം. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തണം. കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള മെസ്സേജ് ഒരുപാട് വന്നിരുന്നു. ഇന്ന് അതിൻ്റെ രണ്ടാം പാർട്ടായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടിലെ വളരെ സുന്ദരമായ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണിക്കുക എന്നുള്ളതും, അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ വല്ല ചെടികളും കിട്ടുമോ എന്നറിയാനാണ് ഈ പ്രദേശത്ത് വന്നത്. കാസർഗോഡ് ജില്ലയുടെ കുട്ടനാടി എന്നറിയപ്പെടുന്ന ഒരു പ്രദേശമാണിത്.
ഇതാണ് ഞാൻ പറഞ്ഞ അല്ലിക്ക എന്നതിന് ആ സാധനം. അത് പക്ഷികൾ ഭക്ഷിച്ചതിൻ്റെ അവശിഷ്ടമാണ് നിങ്ങൾ കണ്ടത്. ഇവിടെയൊക്കെ തിരഞ്ഞിട്ടും ഒരല്ലിക്ക പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇവിടെ നിന്നൊക്കെയും ഈ മുണ്ടക്കോയി, കൊളോക്കോയി എന്ന് പറയുന്നൊരു സാധനമാണ്. അത് ചുരുങ്ങിയ വർഷമായി നമ്മുടെ പ്രദേശത്ത് കൂടുതലായി കണ്ടുവരുന്നു. ആദ്യകാലങ്ങളിലൊന്നും ഈ ഒരു കോഴി നമ്മുടെ നാട്ടിൽ എത്തിപ്പെട്ടിട്ടില്ല. ഇതിൻ്റെ അടിവശത്ത് ആമ്പൽ ചെടിയുടെ പൂത്താലിയുടെ അടിവശത്തായിട്ട് അല്ലിക്ക എന്ന് പറയുന്ന രുചികരമായ ഒരു സാധനം വിടരാത്ത മൊട്ട് പോലെ സാധാരണ ഉണ്ടാവാറുണ്ട്. പക്ഷെ അതാണ് തിരഞ്ഞു നോക്കുന്നത്. ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നു എന്നറിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മദർ പറഞ്ഞു അല്ലിക്ക കിട്ടുമെങ്കിൽ കൊണ്ടുവരണമെന്ന്. ഒരുപാട് പരിശ്രമിച്ചുവെങ്കിലും ഒരെണ്ണം പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ ഈ പ്രദേശത്ത് ഒരു തരം കോഴി ഇറങ്ങിയിട്ട് അതൊക്കെ അത് ഭക്ഷണമായിട്ട് പറിച്ചെടുത്ത് തിന്നുന്നു എന്നാണ് പരിസരത്തുള്ളവർ പറഞ്ഞത്. ഒരുപാട് തിരഞ്ഞെങ്കിലും ഒരെണ്ണം പോലും കിട്ടിയില്ല. കാണുന്ന തണ്ടിന് അടിവശത്തായിട്ടാണ് അല്ലിക്ക എന്ന് പറയുന്ന രുചികരമായ ഒരു സാധനം ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഒരുപാട് തിരഞ്ഞിട്ടും ഒരെണ്ണം പോലും കിട്ടിയില്ല. എല്ലാം ഒരു തരം പക്ഷികൾ വലിച്ചെടുത്ത് തിന്നിട്ട് പോയതാണ് എന്നാണ് പരിസരവാസികൾ പറഞ്ഞത്.